വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് വ്ലോഗാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു 2 days ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറയുന്നത് വയനാട്ടിലേക്കാണ് പോകുന്നത്. ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ്. ഓഫീസിലെ എല്ലാവരുമായിട്ട് പോവുക. അപ്പോൾ അതിന് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്കിനി വയനാട് ട്രിപ്പ് കാണാം. അങ്ങനെ ഞങ്ങളുടെ വയനാട് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്ന ബസ്. അപ്പോൾ ബസ് വന്നപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി. കാരണം ആദ്യമേ കുറേ പേര് ചാടിക്കയറി കേട്ടോ. കാരണം ചിലർക്ക് സൈഡ് സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബസ് വന്ന ഉടനെ തന്നെ എല്ലാവരും കയറി അവരവർക്ക് വേണ്ട സീറ്റെല്ലാം പിടിച്ച് അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അവർ എല്ലാവരെയും ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഒരു ട്രിപ്പ് മോഡിലോട്ട് അവർ വന്നു കഴിഞ്ഞായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു വൈബ്രേഷനിലോട്ട് വന്നിരിക്കുക. അപ്പോൾ ഡാൻസ്, പാട്ട്, അങ്ങനെ എല്ലാമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കിവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്കിവിടെ സോങ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും എല്ലാവരും നല്ലോണം ആ നൈറ്റ് ഫുള്ള് ബസ്സിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ കണ്ടല്ലോ, ഇതായിരുന്നു ഞങ്ങളുടെ ആ ട്രക്കിങ്ങിനിടയിൽ ജീപ്പിനുള്ളിലെ അവസ്ഥ. ഇതൊക്കെയായിരുന്നു. ഒരാളുടെ മടിയിലൊക്കെ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളവും വിളിയൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും തന്നെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിത് ഇവിടെ ട്രക്കിംഗ് ഫുള്ള് കഴിഞ്ഞ് അടിപൊളിയാണ്. ഇവിടെയാണ് വന്നത് കേട്ടോ ട്രക്കിങ്ങിന്. അടിപൊളി ട്രക്കിങ്, സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ. നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ ഒരുവിധം ഞങ്ങൾ ജീപ്പിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആ സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കുറേ ഗ്ലാസ് ബോട്ടിൽ ഇതുപോലെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടത്. എന്താണെന്നറിയില്ല, ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ എവിടെ പോയാലും ഞാൻ അത് വാങ്ങിച്ച് കഴിക്കാറുമുണ്ട്. അപ്പോൾ ഞാനും ഗൗരി അതിൽ നിന്നൊരു ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ച് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ആസ്വദിച്ച് തന്നെ ഞങ്ങളത് കഴിച്ച് തീർക്കുകയും ചെയ്തു ഫുള്ള്. അതിനുശേഷം കഴിച്ച ശേഷം വീണ്ടും ഞങ്ങൾ കുറച്ചും കൂടി നടക്കാനുണ്ടായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജ് സ്പോട്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ നടത്തം തുടങ്ങി. ഹായ് ഹായ് സെപ്പറേറ്റ് വീഡിയോ പേസ്. ഹായ് വാ, നമുക്ക് അതിൽ ഞാൻ പറഞ്ഞത് നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്. ചിൽഡ്രൻസ് പാർക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി ചെന്ന് നോക്കാം എന്തൊക്കെയാണ്. പാറ എനിക്കറിയില്ല ഇത് എന്തൊക്കെയാണെന്ന് ഇവിടെ കാണുന്നത്. പാറയൊക്കെ കുറെ പാറയൊക്കെ കാണുന്നത്. അങ്ങനെ ഒരുപാട് നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്, ഗ്ലാസ് ബ്രിഡ്ജിലോട്ട്. ഇതും പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലാത്ത സ്പോട്ട് തന്നെയായിരുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്നും പറയുന്നത്. അപ്പോൾ അറ്റ് എ ടൈം അവർ ഒരു 10 അല്ലെങ്കിൽ 15 പേരെ മാത്രമേ ഇതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൽ അലോ ചെയ്യത്തുള്ളൂ. ഇതും നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് നല്ല വമ്പൻ എക്സ്പ്രഷൻ ഇട്ടൊക്കെ വരുവാണ്. എല്ലാവരും എൻജോയ് ചെയ്താണ് വരുന്നത്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി അവിടുത്തെ വ്യൂസും പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ കണ്ടല്ലോ, രണ്ടൊരു സീസോ കളിക്കുകയാണ്. പിന്നെ സൗന്ദര്യം നിങ്ങൾക്കറിയാം, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും അറിയായിരിക്കും. സൗന്ദര്യയ്ക്ക് ഊഞ്ഞാലെന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ്സാണ്. അത് എവിടെ കണ്ടാലും അവൾ അവിടെ പോയിരുന്ന് ഊഞ്ഞാലാടാറുണ്ട്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒന്ന് ഊഞ്ഞാലാട്ടിത്താന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഊഞ്ഞാലൊക്കെ അവൾക്ക് ആട്ടിക്കൊടുത്ത് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവിടെ ഒരാൾ എന്തോ സർക്കസ് കാണിക്കാൻ ശ്രമിച്ചത്. എന്തോ ലക്കിന് വീഴാതെ എങ്ങനെയൊക്കെ നിന്നു, ആൾ പിടിച്ചെന്നു, ഇല്ലെങ്കിൽ നല്ല പണിയായിരുന്നേനെ. എന്നാലും എൻജോയ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ചെയ്യാനായിട്ട് പോയി. ശരിക്കും പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഓരോരുത്തരുടെ അവരുടെ ചൈൽഡ്ഹുഡിലോട്ട് പോയെന്നാണ് എനിക്ക് ഫീലായത്. കാരണം അത്രയ്ക്ക് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട്. जंप उसके बाद
അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സ്പോട്ടിൽ വന്ന് അവരവരുടെ മാക്സിമം അവർ എൻജോയ് ചെയ്ത ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ഫസ്റ്റ് ഡേയിൽ സെക്കൻഡ് സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അതായത് സൂചിപ്പാറ വാട്ടർഫോൾസിലാണ്. ഇനി വാട്ടർഫോൾസിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അതെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടുള്ള നടത്തം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വാട്ടർഫോൾസ് കാണാനായിട്ടാണെങ്കിലും കുറേ നടക്കാനുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്കൊരു മിനി ശബരിമലയിൽ പോയതുപോലെ ഫീൽ ആയി. കാരണം അത്രയ്ക്ക് സ്ലോപ്പ്, ഹൈറ്റ്, സ്റ്റെപ്സ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താനായിട്ട്. നടക്കാൻ വയ്യഞ്ഞിട്ട് ഇതേ ഇവിടെ കണ്ടോ, ഒരാളുടെ പുറത്ത് കയറിയിട്ട് ലാസ്റ്റ് കൊണ്ടുപോവേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം നടന്ന് ലാസ്റ്റ് ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ എൻഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ വാട്ടർഫോൾസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗംഭീര സ്പോട്ട് തന്നെയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സ്പോട്ട് തന്നെയായിരുന്നു. അപ്പോൾ വാട്ടർഫോൾസ് ആയതുകൊണ്ട് തന്നെ അതെ ഞങ്ങളുടെ കൂടെ വന്ന ബോയ്സ് അവരാദ്യമേ കുളിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ബോയ്സ് മാത്രമേ ഇറങ്ങിയുള്ളൂ, ഗേൾസ് ആരും അങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങിയില്ല. അവർ നന്നായിട്ട് തന്നെ അവിടെ വാട്ടർഫോൾസിൽ ഇപ്പോൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താനായിട്ട്. അപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം തന്നെ ആ വാട്ടർഫോൾസിൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ദേഹത്ത് വീഴുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഫോഴ്സിലാണ് വാട്ടർഫോൾസ് വരുന്നത്. എന്നാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ദേഹത്ത് തെറിക്കുന്നത് നല്ലൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു, പറയാതിരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സിപ്പ് ലൈൻ കയറാൻ വേണ്ടിയിരുന്നു. വയനാട്ടിലാണ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ വീഡിയോ ഫുൾ എടുത്ത് തന്നത് ഗൗരിയാണ്. അപ്പോൾ ഗൗരി അടുത്ത് ഞാൻ പറയാണ് എന്നെ കവർ ചെയ്ത് തരണം, എനിക്ക് ഈ വീഡിയോ ഈ ഫുൾ ഏരിയ എനിക്ക് കവർ ചെയ്ത് തരണമെന്നൊക്കെ ഞാൻ ഗൗരി അടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഞാൻ ഗൗരിയെ വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അതൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഗൗരിയാണ് എനിക്ക് ഈ ഫുൾ വീഡിയോ എനിക്ക് എടുത്തു തന്നത്. അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന രണ്ടെണ്ണം ആ പ്ലാന്റേഷൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുന്ന കണ്ടത്. അങ്ങനെ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് സിപ്പ് ലൈനും ഉള്ളത്, ലോങ്ങസ്റ്റ് സിപ്പ് ലൈന്. പക്ഷേ എനിക്ക് സിപ്പ് ലൈനിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായപ്പോൾ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. സിപ്പ് ലൈൻ മാത്രമല്ല ഇവിടെ സൈക്ലിങ്ങും ഉണ്ട്. അപ്പോൾ സൈക്ലിങ്ങിന് 300 റുപ്പീസും സിപ്പ് ലൈന് 500 റുപ്പീസുമാണ് ചാർജ് വരുന്നത്. അങ്ങനെ ഇവിടുത്തെ സൈക്ലിങ്ങും സിപ്പ് ലൈനും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ റിസോർട്ടിലോട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ എല്ലാ വ്യൂ പോയിന്റ് വാട്ടർഫോൾസ് എല്ലാം കവർ ചെയ്തിട്ട് ഞങ്ങൾ നല്ല ടയേർഡായിട്ട് റൂമിൽ വന്നിരിക്കുക. ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആവാൻ പോയിരിക്കുക. ഫ്രഷായി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് ഇനി ഫയർ ക്യാമ്പ് ഉണ്ട്. സോ ഇനി നമുക്ക് ഫയർ ക്യാമ്പിൽ കാണാം. Yeah. Super. അങ്ങനെ ഫയർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കളിക്കാൻ ആദ്യമൊന്നും ആരും വരുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങളുടെ സാറ് പറഞ്ഞില്ല ഓരോരുത്തരായിട്ട് വന്ന് ഡാൻസ് കളിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവരെയും കൊണ്ട് ഡാൻസ് കളിക്കുന്ന രംഗമാണ്. അപ്പോൾ എനിക്കിവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സോങ്സ് ഒന്നും ആഡ് ചെയ്യാത്തത്, ഇല്ലെങ്കിൽ സോങ്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തേനെ. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവർക്ക് ഓരോ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഡാൻസും നല്ല പാട്ടുമൊക്കെ ആയിട്ട് നന്നായിട്ട് ഫയർ ക്യാമ്പ് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാനും ജയകുമാറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ജയകുമാറിൻ്റെ കൂടെ ഡാൻസ് ചെയ്യണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ ഓക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ അവൻ എന്താണെന്നറിയില്ല, ഡാൻസ് കളിക്കുന്നതിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് പിന്നെ എന്തൊക്കെയോ അവൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു പാവം.
അങ്ങനെ ഞങ്ങൾ ഡേ 1 എല്ലാം ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ വ്യൂ പോയിന്റ്, വാട്ടർഫോൾസ് എല്ലാം തന്നെ ഞങ്ങൾ കവർ ചെയ്തിട്ട് ഭയങ്കര ടയേർഡായി. കാരണം ട്രാവൽ ഉണ്ടായിരുന്നു ഒരുപാട്. അങ്ങനെ ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ റൂമിലെത്തി. സോ എല്ലാം ഫ്രഷായിട്ട് ഇന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാം. സോ ഇതിൻ്റെ പാർട്ട് 2 ഞങ്ങളുടെ ഡേ 2 ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും പാർട്ട് 2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും.